സോ അടുത്തത് നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾക്ക് അതിനൊരു റെമഡി ആയിട്ട് വന്ന ഒരു കേസ് സ്റ്റഡിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എ കേസ് സ്റ്റഡി ഓഫ് റെമഡി ഫോർ പ്ലാസ്റ്റിക് വേസ്റ്റ്. സോ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എങ്ങനെ നീക്കം ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു റെമഡി ആയിട്ട് നടത്തിയ ഒരു കേസ് സ്റ്റഡിയാണ് പറയുന്നത്. സോ ഒരു പ്ലാസ്റ്റിക് സാക്ക് മാനുഫാക്ചർ, ഈ പ്ലാസ്റ്റിക് സഞ്ചികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു ബാംഗ്ലൂർ. സോ അദ്ദേഹത്തിൻ്റെ പേരാണ് അഹമ്മദ് ഖാൻ. സോ അഹമ്മദ് ഖാൻ 57 ഇയേഴ്സ് ഓഫ് അഹമ്മദ് ഖാൻ ബാംഗ്ലൂരിലുള്ളത്. സോ അദ്ദേഹം ഒരു പ്ലാസ്റ്റിക് സഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ഒരാളാണ്. സോ അദ്ദേഹമാണ് ഒരു ഐഡിയൽ സൊല്യൂഷൻ കണ്ടെത്തിയത്. ഏതിന്? ഈ എവർ ഇൻക്രീസിങ് ആയിട്ടുള്ള പ്രോബ്ലമാണ് നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ. സോ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അക്യുമുലേറ്റ് ചെയ്യുന്ന ഇത്രയും വലിയൊരു പ്രോബ്ലത്തിന് ഏറ്റവും നല്ലൊരു ഐഡിയൽ സൊല്യൂഷൻ തന്നതാണ് നമ്മുടെ അഹമ്മദ് ഖാൻ. സോ അദ്ദേഹം ഒരു 8 വർഷത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത് റിയലി ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണ്, എൻവയോൺമെൻ്റൽ ഇഷ്യൂ ഉണ്ടാക്കുന്ന വലിയൊരു പ്രോബ്ലം തന്നെയാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റി. സോ അദ്ദേഹത്തിൻ്റെ കമ്പനി ഒരു പോളി ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്തു. ആ പോളി ബ്ലെൻഡ് എന്ന് പറയുന്നത് ഫൈൻ പൗഡർ ഓഫ് റീസൈക്കിൾ മോഡിഫൈഡ് പ്ലാസ്റ്റിക്. സോ മോഡിഫൈഡ് പ്ലാസ്റ്റിക്കിൻ്റെ റീസൈക്കിൾ ചെയ്ത ഒരു ഫൈൻ പൗഡറാണ് പോളി ബ്ലെൻഡ്. അത് അദ്ദേഹത്തിൻ്റെ കമ്പനി അത് ഡെവലപ്പ് ചെയ്തു. ഈ പോളി ബ്ലെൻഡിനെ ബിറ്റുമൻ എന്ന് പറഞ്ഞ ആ ഒരു കെമിക്കലുമായിട്ട് മിക്സ് ചെയ്തിട്ട്, സോ ബിറ്റുമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ബിറ്റുമൻ. സോ ആ ബിറ്റുമൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് റീസൈക്കിൾ ചെയ്ത ആ ഫൈൻ പൗഡർ അതും കൂടി മിക്സ് ചെയ്തിട്ട് റോഡിൽ ഉപയോഗിക്കാമെന്ന് ഇദ്ദേഹം കണ്ടെത്തി. സോ അദ്ദേഹം ഈ പറഞ്ഞ RV കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ബാംഗ്ലൂർ സിറ്റി കോർപ്പറേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അദ്ദേഹം ബിറ്റുമെനും ഈ പോളി ബ്ലെൻഡും കൂടി മിക്സ് ചെയ്ത ആ ഒരു മിക്സ്ചർ റോഡുകളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ റോഡുകളിൽ ഒരുപാട് മാറ്റം വരാൻ തുടങ്ങി. സോ റോഡിലുള്ള ആ ബിറ്റുമൻ്റെ പ്രോപ്പർട്ടി കാരണം, വാട്ടർ റിപ്പല്ലൻ്റ് പ്രോപ്പർട്ടി കാരണം റോഡിൻ്റെ ആ സേഫ്റ്റി അല്ലെങ്കിൽ റോഡിൻ്റെ ആ ലൈഫ് ഒരുപാട് ഇൻക്രീസ്ഡ് ആവാൻ തുടങ്ങി. സോ ഇൻക്രീസ്ഡ് റോഡ് ലൈഫ് ബൈ എ ഫാക്ടർ ഓഫ് 3. 3 മടങ്ങോളം റോഡിൻ്റെ ആ ലൈഫ് അല്ലെങ്കിൽ സേഫ്റ്റി എന്നുള്ളത് ഇൻക്രീസ്ഡ് ആവാൻ തുടങ്ങി. അതിന് കാരണം ഈ പറഞ്ഞത് ബിറ്റുമെനിൻ്റെ വാട്ടർ റിപ്പല്ലിംഗ് പ്രോപ്പർട്ടി. സോ ബിറ്റുമെൻ്റെ വാട്ടർ റിപ്പല്ലൻ്റ് പ്രോപ്പർട്ടി കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആവാനായിട്ട് ഈ റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് മെറ്റീരിയലിൽ നിന്ന് കിട്ടിയ ഫൈൻ പൗഡറായ പോളി ബ്ലെൻഡിന് സാധിച്ചു. സോ ഇതുപോലെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടി അഹമ്മദ് ഖാൻ കണ്ടെത്തിയത്. സോ അഹമ്മദ് ഖാൻ 57 ഇയേഴ്സ്, അദ്ദേഹം ഒരു പ്ലാസ്റ്റിക് സാക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോ പ്ലാസ്റ്റിക് സഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ആളാണ് 20 വർഷത്തോളമായിട്ട്. സോ അദ്ദേഹത്തിൻ്റെ കമ്പനി കണ്ടുപിടിച്ചതാണ്, ഡെവലപ്പ് ചെയ്തതാണ് പോളി ബ്ലെൻഡ് എന്ന് പറഞ്ഞ സാധനം. സോ പോളി ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ഒരു ഫൈൻ പൗഡർ ഓഫ് റീസൈക്കിൾഡ് മോഡിഫൈഡ് പ്ലാസ്റ്റിക് റീസൈക്കിൾ മോഡിഫൈഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫൈൻ പൗഡറാണ് നമ്മൾ ഈ പറഞ്ഞ പോളി ബ്ലെൻഡ്. അതിനെ ബിറ്റുമൻ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ, ആ ബിറ്റുമൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ് ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. സോ ബിറ്റുമനായിട്ട് മിക്സ് ചെയ്യാനും പറ്റുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ RV കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ബാംഗ്ലൂർ സിറ്റി കോർപ്പറേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മുടെ അഹമ്മദ് ഖാൻ എന്ത് ചെയ്തു? ബ്ലെൻഡ്സ് ഓഫ് പോളി ബ്ലെൻഡും അതുപോലെ ബിറ്റുമെനും അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെൻ യൂസ് ടു ലേ റോഡ്, അങ്ങനെ റോട്ടിൽ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. ബിറ്റുമെനും പോളി ബ്ലെൻഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്നിട്ട് മനസ്സിലായി അതുമൂലം എൻഹാൻസ്ഡ് ബിറ്റുമെൻസ് വാട്ടർ റിപ്പല്ലിംഗ് പ്രോപ്പർട്ടീസ്. സോ ബിറ്റുമെൻ്റെ വാട്ടറിനെ റിപ്പൽ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഇൻക്രീസ്ഡ് ആയിട്ട് കണ്ടു. അതുമാത്രമല്ല ഇൻക്രീസ്ഡ് റോഡിൻ്റെ ലൈഫ്, അത്രയും ആയുസ് 3 മടങ്ങോളമായിട്ട് വർദ്ധിച്ചു വന്നതായിട്ടും കണ്ടെത്തി. സോ 2002 മോർ ദാൻ 40 കിലോമീറ്റേഴ്സ് ഓഫ് റോഡ് ഇൻ ബാംഗ്ലൂർ സിറ്റി. സോ ബാംഗ്ലൂരിൽ 40 കിലോമീറ്ററിലധികം റോഡുകൾ ഈ പറഞ്ഞ പ്രകാരം, ഏത് പ്രകാരം? പോളി ബ്ലെൻഡും ബിറ്റുമെനും യൂസ് ചെയ്തിട്ട് ആ ഒരു മിക്സർ വെച്ചിട്ടാണ് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. സോ അഹമ്മദ് ഖാൻ ഈ പറഞ്ഞ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾക്ക്, സോ പ്ലാസ്റ്റിക് വേസ്റ്റുകൾക്ക് സാധാരണയായിട്ട് അവിടെ കൊടുത്തിരുന്ന ആ റാക്ക് പിക്കേഴ്സ്, പാഴ്വസ്തുക്കളൊക്കെ ശേഖരിക്കുന്നവർക്ക് കൊടുത്തിരുന്നത് 1 കിലോഗ്രാമിന് 0.40
0.40 പെർ കിലോഗ്രാമാണ് ഈ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നവർക്ക്, അതായത് ഈ പ്ലാസ്റ്റിക് വേസ്റ്റിന് വേണ്ടി കൊടുത്തിരുന്നത്. 0.40 പെർ കിലോഗ്രാം, 1 കിലോഗ്രാമിന് 0.40 മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. എന്നാൽ ഈ അഹമ്മദ് ഖാൻ ഇപ്പോൾ ഓഫർ ചെയ്യുന്നത് 6 ആണ്, ₹6 രൂപയാണ് 1 കിലോ പ്ലാസ്റ്റിക് വേസ്റ്റിന് അദ്ദേഹം ഓഫർ ചെയ്യുന്നത്. അങ്ങനെ ഈ ഖാൻ്റെ ടെക്നിക് പ്രകാരമാണ് 2002 മോർ ദാൻ 40 കിലോമീറ്ററിലധികം ബാംഗ്ലൂർ സിറ്റിയിലെ റോഡുകൾ ഇത് പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോ ഈ പറഞ്ഞ പോളിബ്ലെൻഡ് എന്ന് പറഞ്ഞ പുതിയൊരു ആശയത്തിന്, ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയയ്ക്ക് നമ്മൾ ഒരുപാട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തരത്തിലുള്ള ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കാതെ നമുക്ക് അതിനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. സോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെടുക്കാൻ നമുക്ക് ഈ തരത്തിലുള്ള ഒരു പ്രയോഗമാണ് പോളിബ്ലെൻഡിൻ്റെ സഹായത്തോടു കൂടി സാധിക്കുന്നു.